അവർ ഒരു 10-11 മണിയാകുമ്പോൾ വരും. ഒരു 11:30 കഴിയുമ്പോഴേക്കും ചായ കുടിക്കാൻ പോകും. എന്നിട്ട് ഊണ് കഴിഞ്ഞിട്ട് 2-2:30 ആകുമ്പം വരും. പിന്നെ ന്യായമൊക്കെ പറഞ്ഞിട്ട് കൃത്യം 4:45 കഴിയുമ്പോഴേക്കും പോകാനുള്ള തിടുക്കമാകും. അവിടെ സാധാരണപ്പെട്ടവൻ്റെ യാതൊരു പണിയും അവിടെ നടക്കുന്നില്ല. അവനോട് ഇന്ന് വാ നാളെ വാ, ശമ്പളമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പെൻഷൻ പറ്റി അതിൻ്റെ പകുതിയേറെ പെൻഷൻ കിട്ടുന്നുണ്ട്. അവരാണ് ഭാഗ്യവാന്മാർ. 6 എന്നുള്ള 6:30 വരെ അവരെ ആക്കുന്നതാണ് പൊതുജനങ്ങൾക്ക്. പൊതുജന സേവകരാണല്ലോ ഇവർ. ഒരു വിഭാഗം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെപ്പറ്റി നമുക്കിപ്പോൾ ഇപ്പം നമ്മുടെ ദേഹത്ത് ഒരു 10-50 ഉറുമ്പ് കയറി, അത് ഒന്നായിരിക്കും കടിച്ചത്. അതിനെ മാത്രം തെരഞ്ഞു പിടിച്ച് നമുക്ക് കൊല്ലാൻ ഒക്കത്തില്ലല്ലോ. വൈകുന്നേരം ആകുമ്പം എന്തെങ്കിലും കൈക്കൂലി വാങ്ങിക്കുന്നവരാണെങ്കിൽ അടിച്ച് പൂത്തായി ബാറുകളിലായിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ ചാപ്പാടൊന്നും ഉണ്ടാക്കത്തില്ല. എല്ലാം പിന്നെ ഈ ഫാസ്റ്റ് ഫുഡായിരിക്കും. കൂടുതലും സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും. നല്ല പോസ്റ്റ് നയിക്കുന്നവരാണെങ്കിൽ പിന്നെ ക്ലബ്ബുകളിലായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോലിയുണ്ട്, അത് സേഫ്റ്റിയാണ്. പിന്നെ വേറെ ഒരു കാര്യം അവർക്ക് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കഴിവതും അവരുടെ ജോലി ടൈം കൂട്ടുന്നതാണ് ഉത്തമം. ഇപ്പോൾ 6 എന്നുള്ളത് 6.5 ദിവസം വെക്കണം. അതെ, അങ്ങനെ ആയാലും അതിനകത്ത് ഒരു ദിവസം റെസ്റ്റ് എടുക്കണ്ടേ? ഒരു ദിവസം റെസ്റ്റ് എടുത്താലും ഈ ചെയ്യുന്നതനുസരിച്ച് ഈ 5 ദിവസം അവർക്ക് റെസ്റ്റ് തന്നെയാണ്.